കഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. UPSC കഴിഞ്ഞ 5 വർഷമായിട്ട് ചോദ്യങ്ങളും എല്ലാം മാറ്റിക്കൊണ്ട് വരുവാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് കൊണ്ടോ ഗസ് വർക്കും കൊണ്ടോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പുസ്തകം മാത്രം പഠിച്ചതുകൊണ്ടോ UPSC ക്ലിയർ ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റേ മാറിക്കഴിഞ്ഞു. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന കഴിഞ്ഞ 5 വർഷം കൊണ്ട് UPSCയിൽ എന്ത് ചേഞ്ചാണ്, UPSC പ്രിലിംസിൽ പ്രത്യേകിച്ച് എന്ത് ചേഞ്ചാണ് വന്നത്, കുട്ടികൾ ഇനി എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യപേപ്പറുകൾ നോക്കുമ്പോൾ എന്ത് ചേഞ്ചാണ് UPSC കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മൾ ഈ കഴിഞ്ഞൊരു 5 വർഷത്തെ അല്ലെങ്കിൽ ഒരു 7 വർഷത്തെ ഒരു PYQസിന്റെ ഒരു പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് certain things students really has to or how to consider. ഒന്നെന്താന്ന് വെച്ചാൽ there was a time UPSC directly asked like a fact recall type of questions. ഫാക്ട് പഠിച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസറബിൾ ആണ്. ഇപ്പോൾ ഫാക്റ്റ് ആണെന്ന് തോന്നിക്കും, ബട്ട് ദേ ആർ ആക്ച്വലി കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ശരിക്കും കോൺസെപ്റ്റ് അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ദേ ഹൗ ടു സ്ട്രെസ് ഓൺ. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുട്ടികൾ എന്താ വെച്ചാൽ കറണ്ട് അഫയേഴ്സ് ഇഷ്ടംപോലെ മാഗസിൻസ് കവറപ്പ് ചെയ്യും. ദേ മഗ് അപ്പ് ദ കറണ്ട് അഫയർ മാഗസിൻസ്, യു നോ, and they study separately. Static is separate, current affair is separate. Monthly magazines, yearly magazines, etc. But the current trend is something different. Our artificial intelligence ആയിരിക്കും, green hydrogen ആയിരിക്കും, അല്ലെങ്കിൽ anything, deepfakes ആയിരിക്കും, anything that connect with the static. അപ്പോൾ അതുകൊണ്ട് തന്നെ I mean, unless and until you know the art of, you know, like this static current affair fusion, അല്ലെങ്കിൽ സ്റ്റാറ്റിക്കിനെ കറണ്ട് അഫെയർ ആയിട്ട് കണക്ട് ചെയ്തിട്ടല്ല പഠിക്കുന്നുണ്ടെങ്കിൽ they won't ask you where is this Ramsar site, where is this tiger reserve, you know. I mean, it's actually ഒരു കറണ്ട് അഫെയറിനെ നേരെ സ്റ്റാറ്റിക്കുമായിട്ട് കണക്ട് ചെയ്ത്, ഇപ്പോൾ റംസാർ സൈറ്റ് ആണെങ്കിൽ മേ ബി അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആംഗിൾ വരെ വേണമെങ്കിൽ അവർ കണക്ട് ചെയ്യാം. ടൈഗർ റിസർവ് ബയോസ്ഫിയർ ആയിട്ട് വേണമെങ്കിൽ വേഴ്സസ് ബയോസ്ഫിയർ റിസർവ്, they can ask different way, even they can go up to this constitutional angle. But the thing is, I would say that one thing is കറണ്ട് അഫെയറിനെയും സ്റ്റാറ്റിക്കിനെയും കണക്ട് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് പഠിക്കുന്ന ഒരു പാറ്റേണിലേക്ക് അവർ വരേണ്ടിയിരിക്കുന്നു. വാട്ട് എവർ ദ കറണ്ട് അഫെയർസ് ദേ സ്റ്റഡി, ദേ മസ്റ്റ് സ്ട്രൈറ്റ് അവേ കണക്ട് വിത്ത് ദ സ്റ്റാറ്റിക് പോർഷൻസ്. അനദർ തിങ് ഈസ്, യു നോ, എന്താ പറയുക, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്നുള്ള ഒരു സംഭവമുണ്ട്. ദിസ് എക്കണോമി ബ്ലെൻഡഡ് വിത്ത് അഗ്രികൾച്ചർ, environment blended with this policy making, or environment blended with science, environment blended with geography, history blended with the culture, or history blended with the polity. For example, constitutional reforms. So what I say is that this interdisciplinary approach that has become a critical part of this current changes in the PYQs. നമുക്ക് കാണാൻ പറ്റും. അപ്പം ഒരു സബ്ജക്റ്റ് അല്ല ചോദിക്കുന്നത്, ഒരു സബ്ജക്റ്റിനെ കണക്ട് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്. സോ ദാറ്റ് പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കറണ്ട് അഫെയർ ആൻഡ് സ്റ്റാറ്റിക് അതൊരു എന്താ പറയുക, ഒരു ഫ്യൂഷൻ ആർട്ടായിട്ട് കാണുക, അല്ലെങ്കിൽ കറണ്ട് അഫെയറിനെ സ്റ്റാറ്റിക്കും ബ്ലെൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങുക. ഈ പറഞ്ഞതുപോലെ കോർ ഏരിയാസിലേക്ക് ഇപ്പോഴും ദ ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പോളിറ്റി, എൻവയോൺമെന്റ്, സയൻസ് പോലുള്ള കോർ ഏരിയാസ്, യു നോ, ദാറ്റ് ഈസ് ദ ഹൈ റീൽഡിങ് ഏരിയാസ്. ഇത് മനസ്സിലാക്കാണ്ട് ഇപ്പോഴും കുട്ടികൾ പുതിയത് എന്തൊക്കെയോ തേടി ChatGPT ഒക്കെ പിടിച്ച് വേറെ എന്തൊക്കെയോ തേടി പോകുന്നുണ്ട്. പക്ഷേ സിഗ്നിഫിക്കൻറ്റ് percent of questions asked from these areas, അതിന്റെ റിവിഷൻ പാർട്ടിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഒരു സബ്ജക്റ്റിനെ അതിന്റെ ഈ പറയുന്ന സോക്കോൾഡ് എന്താ പറയുക, അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന മറ്റൊരു സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഐ ഫീൽ ദാറ്റ് എത്ര റിവിഷൻ ചെയ്താലും ഇഫ് യു ഡോണ്ട് നോ ദ ലോജിക് ഓഫ് UPSC, ലൈക്ക് UPSCന്റെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് കണക്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലോജിക്കലി ഡിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, എത്ര ഫാക്ട് പഠിച്ചാലും കോൺസെപ്റ്റ് പഠിച്ചാലും അത് കാര്യമില്ലാണ്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്. സോ നോ ദ ആർട്ട് ഓഫ് അല്ലെങ്കിൽ you integrate your thought process with the UPSC thought process. ഈ elements ഒക്കെ ഒന്ന് പിന്നെ CSAT, no longer it is the qualifier, in fact it is the decision maker, or this is the, I mean, taken for granted എന്നുള്ള രീതിയിൽ CSAT അപ്രോച്ച് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ദ ലോജിക്കൽ പാർട്ട് ആയിക്കോട്ടെ, കോംപ്രിഹെൻഷൻ പാർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഈവൻ ദ നമ്പർ സിസ്റ്റം, ഇഫ് യു ചെക്ക് ദ റീസെന്റ് ക്വസ്റ്റ്യൻസ്, ഓക്കെ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസിൽ, ഓവർ കോൺഫിഡൻസിൽ തള്ളിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥയുണ്ട്. സോ CSATന് ഡ്യൂ വെയിറ്റേജ് കൊടുക്കുക, ഡെയിലി പ്രാക്ടീസ്. അതുപോലെ കറണ്ട് അഫയേഴ്സിനെ സ്റ്റാറ്റിക്കുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഈ പറയുന്ന സോക്കോൾഡ് ഹൗ ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഫ്രം വേരിയസ് ഡയമെൻഷൻസ് ഓഫ് എ സിംഗിൾ തീം, അത് നമ്മൾ PYQs നോക്കി പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലായി എന്തിനാ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, എവിടെ നിന്ന് ചോദിച്ചു, എങ്ങനെ ആൻസറിലേക്ക് എത്താം. സോ ദാറ്റ് സയൻസ് പാർട്ട് ഹാസ് ടു ബി എക്സ്പ്ലോർഡ്. സോ ദീസ് ആർ തിങ്സ് വിച്ച് ഐ ഫീൽ സം ചേഞ്ചസ് students really has to or how to consider. And most importantly, revision part, reducing number of books and focusing on limited sources and give multiple revisions. That will definitely work out.
അപ്പാർട്ട് ഫ്രം ദീസ് വേറെന്തെങ്കിലും ലിപ്സിക്ക് തോന്നുന്ന വേറെന്തെങ്കിലും ഉണ്ടോ? സർ ഈ പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഏത് മെറ്റീരിയൽ പഠിക്കണം. അവർ എല്ലാം പരതി അതിൽ നിന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് കുട്ടികൾ പോവുക. അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സുകൾ, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് ഫുൾ ടെസ്റ്റുകൾ ചെയ്യുക, അത് റിവൈസ് ചെയ്ത് എക്സാം പാറ്റേൺ മനസ്സിലാക്കുക, PYQ ചെയ്യുക എന്നുള്ളതാണ് ഇനി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അവർ അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ UPSC ജേർണി എന്ന് പറയുന്നത് ഒരുപാട് കാലം നീണ്ട, അല്ലെങ്കിൽ ഒരു 2 ഇയേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് കുട്ടികൾ എക്സാമിന് വേണ്ടി അറ്റംപ്റ്റ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ ടൈം വേസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു എക്സാം പ്രിലിംസ് വരികയാണ്, ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പഠിക്കുന്നതിലപ്പുറം ടെൻഷൻ അടിച്ചിരിക്കുക എന്നുള്ളതാണ് കുട്ടികൾ കൂടുതൽ ചെയ്യുക. അപ്പം അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ബേസിക്കലി കുറച്ച് മുമ്പ് മാം പറഞ്ഞത് തന്നെയാണ് എനിക്ക് അവിടെ നിന്നാണ് ആഡപ്പ് ചെയ്യാനുള്ളത്, ആ കൺഫ്യൂഷൻ എന്നുള്ള എലമെന്റ്. ബേസിക്കലി ലാസ്റ്റ് 1 മന്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സാധനം ഒരു വിഷ്യസ് സൈക്കിളാണ്. ഒരു വിഷ്യസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു ഞായറാഴ്ച കുട്ടികൾ എന്ത് എഴുതുന്നു? ടെസ്റ്റ് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ബഹുഭൂരിപക്ഷം കുട്ടികൾക്ക് ഇവിടെ ഏത് ടെസ്റ്റുകൾ എഴുതിയാലും എന്താ സംഭവിക്കുക? ഒരു ഇത്തിരി മാർക്ക് കുറയും. കാരണം നമ്മൾ ഒരു പേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ബെഞ്ച് മാർക്ക് വെച്ച് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് കുറയും. കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ എന്ത് ചെയ്യും? ദിസ് ഇസ് നോട്ട് സഫിഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും? പറക്കി വീണ്ടും ഓറിയന്റ് ചെയ്യാൻ തുടങ്ങും. പറക്കി കഴിയുമ്പോൾ എവിടെ എത്തും? വീണ്ടും എവിടെ എത്തുന്നില്ല എന്ന് മനസ്സിലാവും. ഫോഴ്സ്ഫുള്ളി അടുത്ത ആഴ്ച വീണ്ടും പോയി ടെസ്റ്റ് എഴുതുന്നു, വീണ്ടും മാർക്ക് കുറയുന്നു. ഹോൾ വിഷ്യസ് സൈക്കിൾ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ലാസ്റ്റ് മന്ത് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ പറക്കുന്നതിന് പകരം അടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഉള്ള സാധനം കൃത്യമായിട്ട് അടുക്കി വെച്ച് പോകേണ്ട ഇതാണ് ചെയ്തത്. അതിന് ആ വിഷ്യസ് സൈക്കിൾ നിങ്ങൾ വെർച്വസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടതുള്ളത്. ഫസ്റ്റ് നിങ്ങൾ എന്തെടുക്കുക? ആ PYQ എടുക്കുക. പറ്റുവാണെങ്കിൽ നമ്മൾ എന്തെടുക്കുക? സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള PYQ എടുക്കുക. സെഗ്രിഗേറ്റഡ് PYQ. ഇപ്പോൾ പോളിറ്റിയുടെ അകത്ത് തന്നെ നമ്മൾ എന്തെടുക്കാം? നമുക്ക് ഫസ്റ്റ് ബേസിക്സ്, കോൺസ്റ്റിറ്റ്യൂഷണലിസം, വ്യൂ പ്രോസസ്, തോട്ട് പ്രോസസ് വരുന്നത്. സെക്കൻഡ് നമ്മൾ പാർലമെന്റ് എടുക്കുക, എക്സിക്യൂട്ടീവ് എടുക്കുക, ജുഡീഷ്യറി എടുക്കുക. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ നമ്മുടെ എൻവിറോൺമെന്റിന്റെ തന്നെ കൺസർവേഷൻ എഫേർട്സ് എടുക്കുക. അത് ഓരോന്ന് ക്വസ്റ്റ്യൻ എടുക്കുക. ഈ ലാസ്റ്റ് 1 മന്തിൽ ഒരു കാര്യം കേട്ടോ പറയുന്നത്. അതായത് നമ്മൾ എന്തെടുക്കുന്നു? ആ ക്വസ്റ്റ്യൻ എടുക്കുന്നു. ആ ക്വസ്റ്റിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസിനെ നമ്മൾ ഡീകോഡ് ചെയ്യുന്നു. അതിന്റെ ബേസിനെ നമ്മൾ പ്രോപ്പർലി ഇത് ചെയ്യുന്നു. സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് പഠിക്കുന്നു, നമ്മൾ അടുത്തേക്ക്. ഒരു 3-4-5 ഡേയ്സ് തരുന്ന നമ്മുടെ പോളിറ്റി എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ആ സ്കാറ്റേർഡ് ആയിട്ടുള്ള പറക്കി വെച്ചിരിക്കുന്ന നോളജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുക്കി ഒരു ബ്ലോക്ക് ആക്കുന്നു. ആ ബ്ലോക്കിന്റെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ആഴ്ചയിൽ നമ്മൾ വർക്ക്ഔട്ട്. ലാസ്റ്റ് മന്തില് മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഞാനായിട്ട് ഫേസ് ചെയ്യുന്നതും കുട്ടികൾ മെന്റർഷിപ്പിനൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ കാണുന്നതും ഈ പറക്കി വെച്ചേക്കണ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? അടുക്കാതിരിക്കുകയാണ്. സോ ലാസ്റ്റ് ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കംപ്ലീറ്റ് എന്തിലാണ്? ആ പറക്കി വെച്ച സാധനങ്ങൾ അടുക്കി നമ്മുടെ വിഷ്യസ് സൈക്കിളിനെ ബ്രേക്ക് ചെയ്യുക, നമ്മൾ അതിനെ വെർച്വസ് ആക്കി മാറ്റുക. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക് ഈ പറയുന്ന കാര്യത്തിൽ. താങ്ക് യു ജാസിം സർ. ഈ പറഞ്ഞ കാര്യം കുട്ടികൾക്ക് വളരെ വാല്യുബിൾ ആയിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അൽതാഫ് സർ, നമ്മൾ UPSC പ്രിലിംസ് എന്ന് പറയുന്ന ഒരുപാട് പേര് എഴുതുന്ന പരീക്ഷയാണ്. അപ്പം നമ്മൾ തന്നെ കാണുന്നുണ്ട്, കുട്ടികൾ ഒരു 60-70 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ വരുത്തുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറേ തെറ്റുകളുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റമാണ് അവരെ ഒരു 90+ വാങ്ങിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും? അവർക്ക് എന്ത് മാറ്റമാണ് അവർ വരുത്തേണ്ടത്? അവർക്കൊരു 90+ എന്ന് പറയുന്ന ഒരു മാർക്ക് വാങ്ങിക്കാൻ, അതവരെ ക്വാളിഫൈ ചെയ്യാൻ അവർക്ക് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ബേസിക്കലി UPSC ആസ്പിറൻസ് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽസും എല്ലാം ഒരേപോലെയാണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ ബേസ് മാർക്ക് എല്ലാവർക്കും ഉണ്ടാവും, ഏകദേശം 50-60 മാർക്ക് ഉണ്ടാവും. അതിൽ നിന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഫാക്ച്വൽ എറർ ഏതാണ്, എലിമിനേഷൻ എറർ ഏതാണ്, ഓക്കെ, കോൺസെപ്റ്റ് ക്ലാരിറ്റി ലൈം ഏതാണ്, ഇത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, പൊളിറ്റി ആയിക്കോട്ടെ, ജിയോഗ്രഫിക്ക് ആവട്ടെ, മോഡേണിറ്റി ആയിക്കോട്ടെ, ആ മെറ്റീരിയൽ എടുക്കുക, ബേസ് കാര്യങ്ങൾ പഠിക്കുക. അതിന്റെ പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് സെറ്റ് ചെയ്യുക. അതിന്റെ പുറത്ത് എന്ത് ചെയ്യുക? PYQ സെറ്റ് ചെയ്യുക. ഇതാണ് ഇതിന്റെ പാറ്റേൺ. ഈ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യാം. ടെസ്റ്റ് സീരീസ് മാർക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യുക? അത് പിന്നീട് റിവ്യൂ ചെയ്യുക. എന്തുകൊണ്ട് തെറ്റി, എങ്ങനെ തെറ്റി, അറിഞ്ഞിട്ട് തെറ്റിയതാണോ, അറിയാഞ്ഞിട്ട് തെറ്റിയതാണോ? അറിയാഞ്ഞിട്ട് തെറ്റിയാണെങ്കിൽ എന്ത് ചെയ്യുക? നോളജ് അക്യൂർ ചെയ്യുക. അറിഞ്ഞിട്ട് തെറ്റിയാണെങ്കിൽ ആ പഠിച്ച കാര്യം എന്ത് ചെയ്യുക? ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് തെറ്റിച്ച പോയിന്റ് ശരിയാക്കി പഠിക്കുക. ഇത് പ്രോപ്പറായിട്ട് ഇത്രയും ചെയ്താൽ മതി, കൂടുതൽ പഠിക്കാൻ പോകണ്ട. ഇപ്പം ഒത്തിരി റിസോഴ്സിലേക്ക് പോകുന്നതിന് പകരം പഠിച്ച കാര്യങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. ഒരു ബുക്ക് അല്ല, ഒരു 5 ബുക്ക് ഒരു പ്രാവശ്യം വായിക്കുന്നതിന് ഭേദം ഒരു ബുക്കിന് 5 പ്രാവശ്യം വായിക്കും. മോഡേണിറ്റി ആയിക്കോട്ടെ, പൊളിറ്റി ആയിക്കോട്ടെ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്ന നേരം പഠിച്ച കാര്യങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ തന്നെ മര്യാദയ്ക്ക് മാർക്ക് കയറും. താങ്ക് യു അൽതാഫ് സർ.
ഇപ്പം നമ്മൾ ഈ പറയുന്ന മാറ്റങ്ങൾ UPSC കൊണ്ടുവന്നു എന്ന് പറയുന്ന മാറ്റങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു കുട്ടി ഏതൊക്കെ ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ എന്ത് ചോദ്യങ്ങളാണ് ഇനി അവർ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അത് മാത്രമല്ല എങ്ങനെയാണ് നമുക്ക് ഈ വർഷത്തെ ക്വാളിഫയേഴ്സിനെയും നോൺ ക്വാളിഫയേഴ്സിനെയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും, അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ചോദ്യങ്ങൾക്ക് രണ്ട് ഭാഗമാണ് ഉള്ളത്. ഒന്ന് നമ്മൾ ഫൈനൽ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് ക്വാളിഫയേഴ്സിനെയും നോൺ ക്വാളിഫയേഴ്സിനെയും ഇപ്പൊ തന്നെ നമുക്ക് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക, പിന്നെ എങ്ങനെയാണ് കുട്ടികൾ അടുത്ത ഒരു വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റാർട്ട് വിത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് നമുക്ക് ക്വാളിഫയേഴ്സിനെയും നോൺ ക്വാളിഫയേഴ്സിനെയും ഇത് ചെയ്യാൻ പറ്റുക. ദ സിമ്പിൾ റീസൺ വിൽ ബി ദോസ് ഹൂ വുഡ് അവസാന നിമിഷം വരെ 4-ാം തീയതിയാണ് എക്സാം, 24 എക്സാം ആണ്. അപ്പോൾ 23-ാം തീയതി 22-ാം തീയതി വരെ വളരെ പെർസിവിയറൻസോടെ അതിനെ വിശ്വസിച്ച് സിസ്റ്റത്തിൽ വിശ്വസിച്ച് അവരുടെ നോളജിൽ വിശ്വസിച്ച് കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്തു പോകുന്നവരായിരിക്കും എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. നൗ ഹാവിങ് സെഡ് സോ, അങ്ങനെ ചെയ്യുന്ന എല്ലാവരും അൺഫോർച്ചുനേറ്റ്ലി ഈ എക്സാമിന് ടൈറ്റ്നെസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യില്ല, കയറി പറ്റില്ല. സോ അവരെങ്ങനെയാണ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റിക്ക് ടു ദ വെരി ബേസിക്സ്. ദ വെരി ബേസിക്സ് വിൽ ബി വിത്ത് ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നേക്കുന്ന തീമുകൾ, ആ തീമുകളെ വളരെ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഒപ്പം ചില സബ്ജക്ട്സിന്, ഫോർ എക്സാമ്പിൾ എക്കണോമിയുടെ ഒക്കെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ കറണ്ട് അഫയേഴ്സിനെ മനസ്സിലാക്കുക. ആ കറണ്ട് അഫയേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം GDP, ഈ വർഷം GDP എന്നൊരു ക്വസ്റ്റ്യൻ വരുമെന്ന് ഏതൊരാൾക്കും എന്ത് ചെയ്യാം, ആന്റിസിപ്പേറ്റ് ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ്, ബേസ് ഇയർ മാറിയിട്ടുണ്ട്, ഇൻഫ്ലേഷൻ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബേസിക് ആന്റിസിപ്പേഷൻസ് ഉണ്ടല്ലോ, ആന്റിസിപ്പേഷൻസ് കറണ്ട് അഫയർ ബേസ് നമ്മൾ മനസ്സിലാക്കാം. സിമിലർലി എൻവിറോൺമെന്റ്, ഏതൊരാൾക്കൊന്നും ചോദിക്കാം. അതായത് ഇത്തവണ റാംസാർ സൈറ്റുകൾ കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ 2 വർഷമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 22-23 ശേഷം വന്നിട്ടില്ല. സോ നമുക്ക് എന്താ ആന്റിസിപ്പേറ്റ് ചെയ്യാം, റാംസാർ സൈറ്റിലെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, സോ ബേസിക്കലി ആ ഒരു ആന്റിസിപ്പേഷനിൽ നിന്നുകൊണ്ട് കറണ്ട് അഫയർ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ബേസിക്കലി ലാസ്റ്റ് വരെ എന്ത് ചെയ്യുക, ആ ഒരു മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യുക. ആ മൊമെന്റം ചെയ്ത് പഠിക്കുക, ആൻഡ് യു വിൽ ബി എ ക്വാളിഫയർ. അൽതാഫ് സർ, എൻ്റെ മെസ്സേജ് സാർ പറഞ്ഞ പോലെ ലാസ്റ്റ് വരെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കുക. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ അത്രയും സ്റ്റഫോട് കൂടി തന്നെ അത് റിവിഷൻ ചെയ്ത് നിൽക്കുക. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഹണ്ട് ചെയ്യാതിരിക്കുക. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കീ. thank you so much Justin sir, Altaf sir and Jasin sir for your valuable insights. ഇപ്പോൾ കുട്ടികളെല്ലാവരും ഇതുപോലെ തന്നെ നല്ലോണം പെർസിസ്റ്റൻ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. മെയ് 24-ാം തീയതിയാണ് എക്സാം. അപ്പോൾ അതിന് എല്ലാവരും നല്ല പ്രിപ്പയർഡ് ആയി, ഒട്ടും ടെൻഷൻ ഇല്ലാതെ തന്നെ പോയി പരീക്ഷ എഴുതുക. ചൂടും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു. Gallant IAS, chasing your passion to ace.